ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഇവർ കിസ് ചെയ്തിട്ട് ഇവർ ഉറങ്ങിപ്പോയി കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂസി എണീക്കുന്ന സമയത്ത് നമ്മുടെ ഞാൻ അവിടെ കാണാനില്ല, നോക്കുമ്പോൾ എന്തുവാ ഞാൻ ഇവൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവൾ എണീറ്റ് ചെല്ലുമ്പോൾ ഇവൾക്ക് ഓൾറെഡി ഫുഡെല്ലാം കുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കും അവൻ. എന്നിട്ട് പറയുകയാണ്, നീ എന്തുവരെ റെസ്റ്റൊക്കെ എടുത്തോ, എനിക്ക് ഓഫീസിൽ പോകാൻ തിരക്കുണ്ട്, അതുകൊണ്ട് ലേറ്റ് ആയി, അതുകൊണ്ട് ഞാൻ പോവാണ്, നീ ചൂടോടെ ഈ ഫുഡെല്ലാം കഴിക്കും, വൈകിട്ട് നമുക്ക് ഔട്ടിങ്ങിനെല്ലാം പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ ഷുമാൻസി വന്നിട്ട് നമ്മുടെ അങ്കിൾ ഷെന്നില്ലയോ അയാളായിട്ടങ്ങ് ചോദ്യം ചെയ്യുക കേട്ടോ. എത്ര കാലമായി ഇവർ റിലേഷൻഷിപ്പ് മീൻസ് ഞാനിൻ്റെയും ലൂസിയുടെയും റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായെന്നൊക്കെ ചോദിക്കാം. പക്ഷേ അങ്കിൾ ഷെൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്കിൾ ഷെൻ പറയാണ്, അല്ല അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നുമല്ല, അവർ അസിസ്റ്റൻറ്റും ബോസും മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന സമയത്ത് നേരെ നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഇല്ല അയാൾ കയറി വന്നിട്ട് ഈ ഷുമാൻസ് നിൽക്കുന്നൊന്നും കാണത്തില്ല, കയറി വന്ന് അങ്കിൾ ഷെൻ്റെ അടുത്ത് പറഞ്ഞു, അവർ രണ്ടുപേരും ഇന്നലെ നല്ല വൃത്തിയായിട്ട് കുറേ നേരം ഉറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഷുമാൻസ് ചോദിക്കുക, ആര് രണ്ടുപേര്, ഞാൻ്റെ കൂടെ ആരാ കിടന്നുറങ്ങിയേ, ഞാൻ്റെ കൂടെ ആരാ കിടന്നുറങ്ങിയെന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവരങ്ങ് ബബ്ബ അടിക്കും കേട്ടോ. അവസാനം അങ്കിൾഷിന് പറയാം, അത് വേറെ ആരുമില്ല, പ്രൊഫസർ സെങ് ഇല്ലയോ, അദ്ദേഹം ഓൾറെഡി ഇതിൻ്റെ ഒരു റിസർച്ചിലല്ലേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ്റെ കൂടെ കിടന്നുറങ്ങിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഷുമാൻസിൻ്റെ അടുത്ത് വിടുവാണ്. ഇനി അന്ന് വൈകിട്ട് കാണിക്കുവാണ്, അന്ന് വൈകിട്ട് ഇവളെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അവൻ വന്ന് അവളെയും കൊണ്ട് ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് എന്താ പറയുക, ഇവിടെ അടുത്ത് പറയും കണ്ണൊക്കെ പോണേ. അപ്പോൾ കണ്ണൊക്കെ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും പോയിട്ടോ, അവിടെ ആരും കാണത്തില്ല. ആ സമയത്ത് കുറേ ബബിൾസ് എല്ലാം വന്നിറങ്ങുന്ന സമയത്ത് ഇവൻ പറയും കണ്ണുറക്കാൻ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ബബിൾസ് എല്ലാം വരുന്നത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി. ഇവൾ ചെന്ന് ആ ബബിൾസ് എല്ലാം ഇങ്ങനെ തട്ടിക്കളിക്കുന്ന സമയത്ത് ഇവൻ കുട നിർത്തിയിട്ട് അവളങ്ങ് ചേർത്ത് ഹഗ് ചെയ്യും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെടുത്ത് ഓൾറെഡി ലിനി ചോദിച്ച് കാണും, എന്താണെന്ന് എനിക്ക് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക അനുഭവം എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇവൾ ഓൾറെഡി പറഞ്ഞു കാണും, കുറേ ബബിൾസ് ഇങ്ങനെ വരണം, ആ സമയത്ത് ഞാൻ കുടയ്ക്ക് കീഴിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഞാൻ നല്ല നെഞ്ചോട് ചേർത്ത് ഹഗ് ചെയ്ത് ഹാർട്ട് ബീറ്റ് കേൾക്കണം എന്നൊക്കെ പറയണം. ഇത് ഈ ലിനി വന്നിട്ട് വോയിസ് റെക്കോർഡ് ഇവൾ പറയുന്ന റെക്കോർഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ ഞാൻ അയച്ചു കാണും. അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇതല്ലേ ഇഷ്ടം, അപ്പോൾ അതങ്ങ് റീക്രിയേറ്റ് ചെയ്ത് കൊടുത്താണ് ഞാൻ. അപ്പോൾ ഇവൾ വന്ന് ഭയങ്കര ഹാപ്പി ആവുകയാണ്. പക്ഷേ ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ ഷുമാൻസിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പെണ്ണില്ലായിരുന്നു, ആ പെണ്ണ് ഇതെല്ലാം വന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുവാണ്. പിറ്റേന്ന് കാണിക്കുവാണ് ഇവരാണെങ്കിൽ രാത്രി മഴയൊക്കെ കൊണ്ടിട്ടാന്ന് തോന്നുന്നു പോയേട്ടോ. അവിടെ രണ്ടുപേർക്കും ഇച്ചിരി കോൾഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കോൾഡ് പിടിച്ചുകൊണ്ട് തന്നെ പ്രൊഫസറിൽ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ കോൾഡ് പിടിച്ചേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് സെപ്പറേറ്റ് ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ യാനും ശരി ലൂസിക്കും ശരി കറക്റ്റ് 1 വർഷം മുമ്പാണ് ഇൻസോംനിയയുടെ അസുഖം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫസറിൽ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു മാഗ്നറ്റിക് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തൊടുമ്പോൾ ഇങ്ങനെ ഉറക്കം വരുന്നത്. പക്ഷേ ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ ഇച്ചിരി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി പഠിക്കാനാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പറയുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഒരു ബോട്ട് മുങ്ങുന്ന പോലത്തെ അങ്ങനത്തെ നൈറ്റ് മെയർസ് വരും, എന്നിട്ട് ദുസ്വപ്നങ്ങൾ വരുന്നു. അപ്പോൾ ഈ പ്രൊഫസറിൽ പറയുകയാണ്, അല്ല ഇൻസോംനിയ ഉള്ളവർക്ക് അത് നോർമലാണ്, ദുസ്വപ്നങ്ങൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇതേ സമയം നമ്മൾ ലൂസി പുറത്ത് വരുന്ന സമയത്ത് എടുത്തുകൊണ്ട മറ്റേ ഷുമാൻസിൻ്റെ അസിസ്റ്റൻറ്റ് പെണ്ണില്ലേ, ആ അസിസ്റ്റൻറ്റ് പെണ്ണ് പറയാണ് ഇവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ബോസിൻ്റെ കൂടെയൊക്കെ റിലേഷൻഷിപ്പ്, നാണവും മാനമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ലൂസിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മറ്റേ ജൂണില്ലേ, അവൾ ചെന്നിട്ട് പറയാണ് അവളെ ഒന്ന് വെറുതെ വിട്ടേക്കുക, അവളെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവളെ എന്താ പറഞ്ഞാൽ നമുക്ക് എന്തുവാ, നീ അതൊന്നും കാര്യമാക്കണ്ട ലൂസി, നീ അങ്ങ് കൂളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജൂൺ വന്ന് ലൂസി ആശ്വസിച്ചിട്ട് പോവാണ്. നമ്മുടെ ലൂസിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കസ്ട്ര വായിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പ്രാന്തല്ലേ. അപ്പോൾ അവളൊരു സ്ഥലത്ത് നിന്ന് വായിക്കുക. ആ സമയത്ത് അങ്ങോട്ട് ചീസ് വരുന്ന സമയത്ത് അവൾ ചോദിക്കുക എന്താ ചീസ് ഇവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുകയാണ്, നിനക്ക് വന്ന് മറ്റേ ആനി എന്ന് പറയുന്ന ഒരു ടീച്ചറും ജഡ്ജും ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തില്ലായിരുന്നു അന്ന് ഞാനും. അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റും കൊണ്ടാണ് നമ്മുടെ ചീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ചീസ് പറയുകയാണ് ഈ ടിക്കറ്റ് കണ്ടോ, എത്ര പൈസ ഇടാന്ന് അറിയാം, നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നേ, സ്പെഷ്യലാണ്, നമുക്ക് 2 പേർക്കും ഇന്ന് വൈകിട്ട് പോകാമെന്ന് പറയാം. പിന്നെ നമ്മൾ ലൂസിയുടെ കാര്യമാണ്, അവൾക്ക് ഇതെന്ന് വെച്ചാൽ പ്രാന്തല്ലേ. അപ്പോൾ അവളൊന്നും പറയത്തില്ല, ഓക്കെ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് അവൾ നിൽക്കുകയാണ്. അന്ന് വൈകിട്ട് ഇവർ 2 പേരും കൂടി പോവാണ്. പക്ഷേ അവിടെ വെച്ച് ഇവൾ യാനെ കാണുക. പക്ഷേ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവൾ യാൻ്റെ അടുത്ത് പറഞ്ഞ് കാണത്തില്ല, ആ എക്സൈറ്റ്മെൻറ്റിൽ പറയാൻ മറന്നു പോവുകയാണ്. അപ്പോൾ ഇവൾക്ക് യാൻ്റെ അടുത്ത് എന്തോ പറയണമെന്നുണ്ടോ. അപ്പോൾ ഞാൻ പറയാം, വാ ലൂസി നമുക്ക് വന്ന് ആനിയെ ഞാൻ പേഴ്സണലി നിനക്ക് മീറ്റ് ചെയ്യിപ്പിക്കാമെന്ന് പറയണം. അപ്പോൾ ഇവൾക്ക് ചീസുവിൻ്റെ അടുത്ത് ഇനി എന്തോ പറയും അതറിയത്തില്ല. അപ്പോൾ ചീസു തന്നെ അവൾ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കണമെന്ന് വെച്ചിട്ട് ചീസു തന്നെ പറയും, നീ ഒരു കാര്യം ചെയ്യും, പോയി ആനിയെ മീറ്റ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിടും. അപ്പോൾ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ അത്രയും ചെയ്തിട്ട് ലാസ്റ്റ് അവൻ അങ്ങ് ഒറ്റപ്പെടുന്നൊരു സിറ്റുവേഷനാണ് ചീസുവിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആനി വന്നിട്ട് അവളെ നല്ലപോലെ ബ്ലെസ് ചെയ്തിട്ട് പറയും, നീ നല്ലപോലെ പ്രിപ്പയർ ചെയ്യേ, നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് നല്ല കഴിവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഓട്ടോഗ്രാഫൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ഇവൾ നല്ല ഹാപ്പി ആയിട്ട് വരിക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലൂസി വന്ന് ദിവസങ്ങളോളം ഇരുന്നിട്ട് ഇതിന് വേണ്ടി ആ ഒരു കോമ്പറ്റീഷൻ, അവൾക്ക് മറ്റേ ഏഷ്യൻ ഓർക്കസ്ട്ര ലെവൽ ആ ഒരു ഇതിന് കോമ്പറ്റീഷന് പങ്കെടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ.
അപ്പോൾ അതിന് വേണ്ടി അവൾ കിടന്നങ്ങ് മെനക്കെട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യുവാണ്. അങ്ങനെ ആ ദിവസവും വരുവാണ്. അങ്ങനെ അവൾ ആ ഒരു ഡ്രസ്സിങ് റൂമിലൊക്കെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചീസും കാണാൻ വന്നിട്ടുണ്ട്, ഞാനും ആ ഒരു പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കണം, എല്ലാം ഓക്കെ അല്ലേ, നീ എല്ലാം പ്രിപ്പയർഡ് അല്ലേ, പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറേ സമയത്ത് ഇവൾ പറയുകയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇനി മെസ്സേജ് ഒന്നും അയക്കേണ്ട, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഷൂമാൻസി വന്നിട്ട് ഞാൻ്റെ അടുത്തിരിക്കുവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ ലൂസിയുടെ അടുത്തോട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആനി വന്ന് പേഴ്സണലി ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഒന്ന് വരാമോന്ന്. അപ്പോൾ ഇവളും ആലോചിക്കും ഈ നേരത്തെ എന്തുവാ, അല്ല ഇച്ചിരി അർജൻറ്റാന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവളും ആ ലേഡിയുടെ കൊടുക്കുകയാണ്. ആ ലേഡിയാണ് കുറേ വഴി അവളെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒരു ഭയങ്കര തണുപ്പ് പിടിച്ച റൂമിനകത്ത് ആക്കുക കേട്ടോ. എന്നിട്ട് വാതിലടച്ചിട്ട് ആ ലേഡി കടന്ന് പോവുക. പാവം നമ്മൾ ലൂസി ആരോ ഇട്ട് കൊടുത്ത പണി അവൾക്ക്. അപ്പോൾ അവൾ അവിടെ കിടന്നിട്ട് പുറത്തിറങ്ങാൻ നോക്കുന്നു. അവൾക്കാണെങ്കിൽ തണുപ്പും സഹിക്കാൻ എത്രയൊക്കെ നോക്കിയിട്ട് അവൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ കോമ്പറ്റീഷൻ തുടങ്ങി അവളുടെ പേര് വിളിച്ചിട്ടും അവൾ വരാത്ത സമയത്ത് അവിടെ മറ്റ് ഈ വായിക്കാനൊക്കെ വരത്തില്ലേ ആങ്കർ വന്നിട്ട് പറയുകയാണ്, സോറി ആ ഒരു കോമ്പറ്റീറ്റർ മീൻസ് നമ്മുടെ ലൂസി വന്ന് അവൾ സ്വയം വിഡ്രോ ചെയ്തിട്ട് പോയാണ്ട് അയാൾ വരത്തില്ല എന്ന് പറയാണ്. അപ്പോൾ എടുത്തോളം നമ്മുടെ ചീസു അതുപോലെ തന്നെ നമ്മുടെ ഇവർ രണ്ടുപേരും ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ലൂസി ഇല്ല. അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് രണ്ട് ഭാഗത്ത് പോയിട്ട് അന്വേഷിക്കാം, ലൂസി എന്ത് ചെയ്യുന്നത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് രണ്ട് സൈഡ് ഓടി അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ ക്യാമറ കാണുന്നത്. അപ്പോൾ ഞാനൊരു ഒരു കാര്യം തോന്നും, ഓക്കെ എന്നാൽ ക്യാമറ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ക്യാമറ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ലൂസി എങ്ങോട്ട് ലാസ്റ്റ് ഉള്ള ഭാഗത്ത് ഈ ക്യാമറയില്ല, പക്ഷെ ഒരു ലേഡിയാണ് കൊണ്ടുപോയി. ആ ലേഡിയെ പറ്റി ചോദിക്കുമ്പോൾ ആ ലേഡി ഇവിടുത്തെ സ്റ്റാഫ് അല്ലാന്ന് മനസ്സിലാവും. എന്നാലും ആ റൂട്ടിൽ പോകുന്നത് സ്റ്റോർ റൂമിലേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവരും അങ്ങോട്ട് പോവുക. നമ്മുടെ ചീസും ആണെങ്കിൽ എല്ലാ റൂമിലും തട്ടി അവൾ അന്വേഷിക്കുന്നുണ്ട്. അവൻ ചെന്ന് സ്റ്റോർ റൂമെല്ലാം തട്ടി ലാസ്റ്റ് റൂം ചവിട്ടി തുറക്കുമ്പോൾ അതിനകത്ത് ലൂസി ഉണ്ട്. അപ്പോഴേക്കും അവൾ മയങ്ങി വീണ് കാണും. ഈ വാതിലെല്ലാം തുറക്കുന്ന സമയത്ത് ഇവളെ കൈ മുറിഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ നമ്മുടെ ഞാൻ വന്ന് ലൂസിയെയും കൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് ചീസ് കണ്ടുകൊണ്ട് വരും. അപ്പോൾ അവൻ്റെ അവസ്ഥ, അവനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ലാസ്റ്റ് അവളെ കിട്ടിയില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ അവന് നിൽക്കുക. പിറ്റേന്നാകുമ്പോൾ ഇവൻ വിചാരിക്കുവാണ് ഓക്കെ എന്നാൽ ലൂസിയെ ഹോസ്പിറ്റലിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ബൊക്കയും കൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ആ നഴ്സ് പറയാണ് രാവിലെ അവൾ ഡിസ്ചാർജ് ആയിപ്പോയെന്ന്. അപ്പോഴും പാവം നമ്മുടെ ചീസു അവൻ നാണം കെട്ട് പിന്നെയും തിരിച്ചു പോവാണ്. അപ്പോൾ ലൂസിക്ക് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഞാൻ വന്ന് ഓൾറെഡി സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ. അപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഇതെല്ലാം അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയുവാണ് ആ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് ഇവിടെ അടച്ചിട്ട് പോയില്ലേ, അപ്പോൾ ആ സ്റ്റാഫ് ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് സൂം ചെയ്ത് നോക്കിയപ്പോൾ വന്നിട്ടുള്ളത് വേറെ ആരുമില്ല, ഷൂമാൻസുവിനാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഷൂമാൻസി വന്നു. ഇവൻ നേരെ ഷൂമാൻസുവിനെ കാണാൻ പോയി. ഇവളാണെങ്കിൽ കാറിൽ കയറാൻ നിൽക്കുക. വന്നോണ്ടേ ഇവളുടെ അടുത്ത് പറയുന്നത് നീ എന്ത് പരിപാടി കാണിച്ചു, ലൂസിയുടെ അടുത്ത് നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇവൾ പറയുന്നത് ഇല്ല ഞാൻ അങ്ങനെയും ചെയ്തില്ലെന്ന് പറയുന്ന സമയത്ത് പറയണേ എൻ്റെ കയ്യിൽ അതിന് പ്രൂഫ് ഉണ്ട്, നിനക്ക് എന്തോ കാണണമെന്ന് ചോദിച്ച സമയത്ത് ഷൂമാൻസി ഒരുവിധം അവൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പറയണേ ഇനി മേലാക്കാം ലൂസിയെ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കി, എൻ്റെ സ്വഭാവം ഇതായിരിക്കത്തില്ലെന്ന്. അപ്പോൾ എടുത്തോണ്ട് ഷൂമാൻസി പറയാണ് ഓഹോ ഞാൻ നിനക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഫ്രണ്ടാണ്, മാത്രമല്ല ചെറുപ്പം തൊട്ടേ നമ്മുടെ ഫാമിലീസിലുണ്ട്, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടാണ് വളർത്തിയത്. എന്നിട്ട് നിനക്കിപ്പോൾ അവളാ വലുതില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ പറയണേ അതെ എനിക്ക് അവൾ തന്നെ വലുത്, ഒരു പക്ഷേ ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നു എത്രയും നല്ലതായിരുന്നേന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ പോകും. ഷൂമാൻസിനാണെങ്കിൽ ഭയങ്കര സങ്കടം. ഇവളാണെങ്കിൽ ചെന്ന് കരഞ്ഞ് ഇവളുടെ പപ്പ മീൻസ് ഷൂമാൻസിൻ്റെ പപ്പയുടെ അടുത്തിരുന്ന് കരയുക കേട്ടോ. അയാൾക്കും നല്ല സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് അയാളടുത്ത് നടന്ന കാര്യമെല്ലാം പറയുകയാണ്. അപ്പം അയാൾ മോളെ ആശ്വസിച്ച് വിടുക, എടാ എന്തുവായാലും നിന്നെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള അവൻ മനസ്സിലായോ, കാരണം ഇത് ചെറുപ്പത്തിൽ ഉറപ്പിച്ചതാണ്, അല്ലാതെ അവൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. പിന്നെ ചെറുപ്പം പിള്ളേരല്ല അങ്ങനെയൊക്കെ കാണും, നീ അതങ്ങ് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്ത് വിടുവാണ് ഷൂമാൻസിൻ്റെ പപ്പ. ഷൂമാൻസി ഈ ദേശത്തിന് വേണ്ടി ഒരു അസിസ്റ്റൻറ്റ് വന്ന് ഫോട്ടോയൊക്കെ പോയി എടുക്കത്തില്ലായിരുന്നോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് വേണ്ടിയല്ല ഫോട്ടോ ഒക്കെ എടുത്തത്. ആ അസിസ്റ്റൻറ്റിനെ വന്നിട്ട് ഇവൾ വന്നിട്ട് ഫയർ ചെയ്യുവാണ്, ജോലിയൊന്നുമില്ല നീ ഇറങ്ങി പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറയുകയാണെന്ന് ചോദിച്ച സമയത്ത് ഷൂമാൻസി പറയണം നീ ഇറങ്ങി പോയില്ലെങ്കിൽ ഇപ്പോൾ ഈ കേസ് വന്നില്ലേ, മീൻസ് അവൾക്ക് ഓൾറെഡി കയ്യിൽ മുറിവും പറ്റിയില്ലായിരുന്നോ, ആ കേസ് ഞാൻ നിൻ്റെ തലയിൽ വെച്ച് കെട്ടും, അത് വേണോ അതോ നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ചോദിച്ച സമയത്ത് ആ അസിസ്റ്റൻറ്റ് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് മനസ്സിൽ ആലോചിക്കുവാണ് നീ ഇത്രയൊക്കെ ചെയ്തില്ലേ, നിൻ്റെ കമ്പനി ഇനി ഞാൻ എന്തോ കാണിക്കുന്നത് നീ ഒന്ന് നോക്കിക്കോ എന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ആ അസിസ്റ്റൻ്റ് ഇറങ്ങി പോകുന്നത്. എന്നിട്ട് കാണിക്കുവാണ് നമ്മുടെ യാനിൻ്റെ പപ്പയും അതുപോലെ തന്നെ ഷൂമാൻസിൻ്റെ പപ്പയും ഹോഴ്സ് റൈഡിങ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഷൂമാൻസിൻ്റെ പപ്പ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കാം. അപ്പോൾ യാൻ്റെ പപ്പ പറയാണ് ഓഹോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടായോ, ഞാൻ അവനെ ഇപ്പോൾ തന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് യാനും അതുപോലെ തന്നെ നമ്മുടെ ലൂസിയും കൂടി എന്തോ ടി വിയിൽ എന്തോ പടമോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് യാൻ്റെ പപ്പ വിളിച്ചിട്ട് ഈ കാര്യത്തെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഇവനത് ഇഷ്ടമല്ലല്ലോ ടോപ്പിക്, അതുകൊണ്ട് ഇവനൊന്നും പറയാതെ വേഗം ഫോൺ കട്ടിയാണ്. അപ്പോൾ എടുത്തുകൊണ്ട് ഇവൻ പപ്പ എന്നൊരു വാക്ക് യൂസ് ചെയ്ത് കാണും. അത് വെച്ച് ക്ലൂ വെച്ചിട്ട് നമ്മുടെ ലൂസി ചോദിക്കും ആരാ വിളിച്ചെന്ന് ചോദിച്ച സമയത്ത് പറയും അതൊരു ശല്യം വിളിച്ചതാണ്.
അപ്പോൾ ഇവള് ചോദിക്കുകയെ പപ്പയാണോ നീ ശല്യം എന്ന് പറയുന്നതെന്ന്. അപ്പോൾ നമ്മുടെ യാന എണീറ്റ് പോയി ചിന്തിക്കുവാണ് ഇവൻ്റെ ഫ്ലാഷ് ബാക്കിലുണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മ ചെറുപ്പത്തിൽ എങ്ങനെയോ മരിച്ചുപോയി. അപ്പോൾ ഇവൻ വന്ന് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവർ പപ്പയും അമ്മയും ഇവനും കൂടിയുള്ള ഫോട്ടോയൊക്കെ നല്ല ക്രയോൺസ് എല്ലാം വെച്ച് വരച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവൻ്റെ പപ്പ കയറി വരും. പപ്പ കയറി വരുന്ന സമയത്ത് ചോദിക്കും എന്തോ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവന് പറയും ഇത് എൻ്റെ പപ്പ, അതുപോലെ ഞാൻ പിന്നെ കണ്ടില്ലേ അമ്മയെ വരച്ചേക്കുന്ന കണ്ടില്ലേ അതുപോലെ തന്നെ ഇല്ലേ എന്ന് പറയുന്ന സമയത്ത് ഇയാൾ ആ പേപ്പർ ചുരുട്ടി കളയുവാണ്. അതുപോലെ ഫോട്ടോ എടുത്തിട്ട് പറയാണ് ഈ ഫോട്ടോ കൊണ്ടുപോയി കളയാം, എനിക്കിത് കാണണ്ടാന്ന് പറഞ്ഞ് കളയാണ്. അപ്പോൾ ഇയാൾ വന്ന് നമ്മുടെ യാൻ്റെ അമ്മ എന്ന് പറയുന്നത് വെറുക്കുന്ന പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഇവൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ആലോചിച്ചിട്ടൊക്കെ പറയാണ് ഞാനതൊക്കെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.